ഡോക്ടർ വന്ദന ദാസ് കൊലപാതക കേസിലെ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി ഇന്ന് വിധി പറയുകയാണ്. പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 2023 മെയ് 10 കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസിനെ പ്രതി സന്ദീപ് കുത്തി കൊലപ്പെടുത്തിയത്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഡോക്ടർ വന്ദനാദാസിന്റെ പിതാവ് KG മോഹൻദാസ് പറഞ്ഞു. ഡോക്ടർമാരും ആരോഗ്യപ്രവർത്തകരും മറ്റ് ശാസ്ത്രീയ പഠനത്തിന് ഉള്ള ആളുകളുടെയുമാണ് ഇവിടെ കോടതിയിൽ വിസ്തരിച്ചത്. അവരെല്ലാവരും തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും അതനുസരിച്ച് കോടതി ഈ ചുമത്തിയിരുന്ന എല്ലാ വകുപ്പുകളും സംശയാതീതമായിട്ട് തെളിഞ്ഞതായിട്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ പ്രഖ്യാപിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. സൂര്യഗായത്രിയുടെ കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി സൂര്യ. പ്രോസിക്യൂഷൻ നല്ല ആത്മവിശ്വാസത്തിലാണ്. വന്ദനയുടെ മാതാപിതാക്കൾ വലിയ പ്രതീക്ഷയിലാണ്. കടുത്ത ശിക്ഷ ഉണ്ടാകണമെന്നതാണ് അവരുടെ ആവശ്യം. എപ്പോഴേക്കാണ് വിധി പ്രതീക്ഷിക്കുന്നത്? ദിൽന ഗോകുൽ, കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 1 സുപ്രധാനമായിട്ടുള്ള വന്ദന കൊലപാതക കേസിൽ ഇന്നിപ്പോൾ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത്. നേരത്തെ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. 2025 ഫെബ്രുവരി മാസത്തിലാണ് കേസിന്റെ വിചാരണ നടപടികൾ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചത്. കേസിൽ 70-ലേറെ സാക്ഷികളെയാണ് കോടതി വിസ്തരിച്ചത്. പ്രോസിക്യൂഷൻ 22 തൊണ്ടിമുതലുകളും 207 രേഖകളും കേസിൽ കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രതിക്ക് ശിക്ഷാവിധി കോടതി പ്രസ്താവിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കേസിന്റെ ഒരു ഘട്ടത്തിലൊക്കെ പ്രതിയായ സന്ദീപ് ജാമ്യം തേടി സുപ്രീം കോടതിയെ വരെ സമീപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ജാമ്യം നിഷേധിക്കപ്പെടുകയായിരുന്നു. അതുപോലെ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ പ്രതിഭാഗം കോടതിയിൽ വാദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും മെഡിക്കൽ റിപ്പോർട്ടുകളും ഒക്കെ നിരത്തിയാണ് പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഒന്നുമില്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ വാദപ്രതിവാദങ്ങൾക്കെല്ലാം ഒടുവിൽ സുപ്രധാനമായിട്ടുള്ള വന്ദനാദാസ് കൊലപാതക കേസിൽ ഇന്നിപ്പോൾ അന്തിമ വിധി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി പ്രസ്താവിക്കാനിരിക്കുന്നത്. 2023 മെയ് 10 പുലർച്ചെയാണ് വന്ദനാദാസിനെ മദ്യലഹരിയിൽ കാലിൽ മുറിവുമായി എത്തിയ പ്രതി സന്ദീപ് കുത്തി കൊലപ്പെടുത്തിയത്. എന്തായാലും തങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് വന്ദനാദാസിന്റെ മാതാപിതാക്കളും അതുപോലെ തന്നെ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനും പ്രോസിക്യൂഷനും ഒക്കെയുള്ളത്. എന്തായാലും എന്താണ് വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്നത് സംബന്ധിച്ച് ഇന്നിപ്പോൾ അറിയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിക്കുക. ഇനി ശിക്ഷയിൽ അതിന്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടിയുള്ള ആവശ്യങ്ങൾ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതെന്തൊക്കെയാണ് അവർ ഉയർത്തുക എന്നുള്ളതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും മാനസിക പ്രശ്നം പ്രതിക്കുണ്ട് എന്നുള്ളത് ഇനിയും ആവർത്തിക്കാൻ പ്രതിഭാഗത്തിന് കഴിയില്ല. മറ്റെന്തെങ്കിലും കാരണങ്ങൾ ആവർത്തിക്കേണ്ടതായിട്ട് വരും. എന്തായാലും അതൊന്നും കണക്കിലെടുക്കാതെ പ്രതിക്ക് ഏറ്റവും വലിയ ശിക്ഷ, പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നുള്ള കാര്യം തന്നെയായിരിക്കും പ്രോസിക്യൂഷൻ പ്രധാനമായിട്ടും ആവശ്യപ്പെടുക. ഇന്നിപ്പോൾ വന്ദനാദാസിന്റെ മാതാപിതാക്കളും കോടതിയിലേക്ക് ശിക്ഷാവിധി കേൾക്കാനായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവർ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. ഇന്നിപ്പോൾ ശിക്ഷാവിധി എന്താണെന്ന് നമുക്കറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.